തലകറക്കം എന്ന് പറയുന്നത് നമുക്ക് യങ്സ്റ്റേഴ്സ് അല്ലാതെ ഒരു മധ്യവയസ്കന് മുകളിലോട്ടുള്ള ആൾക്കാർ എപ്പോഴെങ്കിലൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു കാര്യമാണ്. തലകറക്കം രണ്ട് രീതിയിലുണ്ടാകാം. ഒന്ന് പൊസിഷണൽ വെർട്ടിഗോ കൊണ്ടും, രണ്ട് പെടലിയുടെ പ്രശ്നങ്ങൾ, പെടലിയുടെ കശേരുവിൻ്റെ സെർവൈക്കൽ സ്പോണ്ടിലോസിസ് കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് പെടലിയുടെ പ്രശ്നങ്ങൾ കൊണ്ടോ തലകറക്കമുണ്ടാകാം. ഇതെങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യും, എങ്ങനെ തിരിച്ചറിയുമെന്ന് നോക്കാം. നമ്മൾ പൊസിഷണൽ വെർട്ടിഗോ കൊണ്ടുള്ള തലകറക്കമാണെങ്കിൽ നമ്മൾ കറങ്ങുന്നതായോ അല്ലെങ്കിൽ ചുറ്റും റൂം കറങ്ങുന്നതായോ ഉള്ളൊരു ഫീലാണ് നമുക്കുണ്ടാകുക. മാത്രമല്ല ഒപ്പം ഛർദ്ദിക്കാൻ വരിക, ഛർദി ഇവയെല്ലാം സർവ്വസാധാരണമാണ്. നമ്മൾ പൊസിഷൻ മാറുന്നതനുസരിച്ച് ഈ തലകറക്കത്തിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം. അതേസമയം നമ്മുടെ പെടലി കൊണ്ടുള്ള തലകറക്കമാണ് എങ്കിൽ ഒരിക്കലും നമ്മൾ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് ആ തലകറക്കത്തിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവില്ല. മാത്രമല്ല തലവേദന എന്ന് പറയുന്നത് ഈ ഒരു ടിപ്പിക്കൽ തലകറക്കത്തിന് കൂടെ ഉണ്ടാകുന്നൊരു കാര്യമാണ്. രണ്ടാമതായിട്ട് നമുക്ക് പെടലിക്ക് വേദന ഉണ്ടാവുക, പെടലി നീര് വയ്ക്കുക, സ്റ്റിഫായിരിക്കുക, നമ്മുടെ കൈയിലേക്ക് നീരിറക്കം പോലെ വേദന വരിക, ഇതെല്ലാം തന്നെ ഈ തലകറക്കത്തിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും അത് സെർവൈക്കൽ അല്ലെങ്കിൽ നമ്മുടെ കഴുത്തിൻ്റെ പ്രോബ്ലം കൊണ്ട് ഉണ്ടാകുന്നതാണ്. ഇതിന് വേണ്ടിയിട്ട് കഴുത്തിൻ്റെ സ്ട്രെങ്തനിങ് എക്സസൈസുകളാണ് നമ്മൾ ചെയ്യേണ്ടത്.